നമസ്തേ. രാജേന്ദ്രൻ ആരംഭിക്കുന്നു. ആദ്യം കാണാം പ്രധാന തലക്കെട്ടുകൾ. ഫ്രഞ്ച് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കയിലേക്ക് തിരിച്ചു. നിർണായകമായ മോദി ട്രംപ് കൂടിക്കാഴ്ച നാളെ. ഭീകരതയ്ക്കെതിരെ ഉറച്ച നിലപാടുമായി ഒന്നിച്ച ഭാരതവും ഫ്രാൻസും. ഭീകരർക്ക് പണം ലഭിക്കുന്നതും അതിർത്തി കടന്നുള്ള ഭീകരവാദവും തടയും. വീർ സവർക്കറുടെ ഫ്രാൻസിലെ ധീരമായ ചെറുത്തുനിൽപ്പ് അനുസ്മരിച്ച് നരേന്ദ്രമോദി. യുദ്ധസ്മാരകത്തിലും സന്ദർശനം. സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി ഈ മാസം 18-ന്. പുതിയ ശിക്ഷ സിഖ് വിരുദ്ധ കലാപത്തിലെ മറ്റൊരു കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നതിനിടെ. ഗാസ ഏറ്റെടുക്കുമെന്ന നിലപാട് ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച. ഗാസയിലെ ജനങ്ങളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റണമെന്ന് ട്രംപിന്റെ നിർദ്ദേശം. മഹാകുംഭമേളയിൽ ഇന്ന് മാഘപൂർണിമ. ത്രിവേണി സംഗമത്തിൽ സ്നാനപുണ്യം നേടി ലക്ഷങ്ങൾ. കുടുംബസമേതം പങ്കുചേർന്ന് കെ സുരേന്ദ്രൻ. കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ പ്രയാഗ്രാജ്. ആചാര്യ സത്യേന്ദ്രദാസ വിഷ്ണുപാദം പൂകി. അന്ത്യം മസ്തിഷ്കാഘാതത്തിന് ചികിത്സയിലിരിക്കവേ വിടവാങ്ങിയത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ മുഖ്യപുരോഹിതൻ. വിശദമായ വാർത്തകളിലേക്ക്. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയിരുന്നു. സമ്മേളനത്തിന് പാരീസിലെത്തിയ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾക്കും നേതൃത്വം നൽകി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായും ഫ്രാൻസിൽ വെച്ച് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായക കൂടിക്കാഴ്ച നാളെ നടക്കും. ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഐസൺ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 2 വിദേശ രാജ്യ സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നടത്തുന്നത്. ഒന്ന് ഫ്രാൻസിലേത്. അതിനേക്കാളും ഒരുപക്ഷെ ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനം പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം എന്നതിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയും നാളെ ഉണ്ടാകും. തീർച്ചയായും മനു, നാളെ അമേരിക്ക സന്ദർശനം നടത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്രാൻസിൽ നിന്നും തിരിച്ചു എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് നൽകാനുള്ളത്. നാളെ അദ്ദേഹം അമേരിക്കയിലെത്തും. ട്രംപുമായുള്ള നിർണായക കൂടിക്കാഴ്ച. മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത്, അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം എത്തുന്ന മൂന്നാമത്തെ വിദേശ നേതാവ് കൂടിയാണ്, അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ളൊരു നേതാവ് കൂടിയാണ് പ്രധാനമന്ത്രി. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ളയും സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ എത്തുന്നത്. ഏറ്റവും നിർണായകമായ ആദ്യ ഘട്ടത്തിലുള്ള അതിഥികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെട്ടു എന്നത് തന്നെയാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. നിരവധി വിഷയങ്ങളിലുള്ള ചർച്ചകൾ ഈ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ ഭാരതവുമായുള്ള ഈ താമസക്കാരെ, മതിയായ രേഖകളില്ലാതെ താമസിക്കുന്ന ഭാരതീയരെ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കാണ് ഏറെ പ്രാധാന്യമുണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരെ തിരിച്ചയക്കുന്നത് സംബന്ധിച്ചുള്ള ചില ധാരണകളെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് പ്രധാനമായും അറിയാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഭാരതം ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. അനധികൃതമായി ഏതെങ്കിലും രീതിയിൽ അവിടെ താമസിക്കുന്ന ഭാരതീയരുണ്ടെങ്കിൽ അവരെ മുഴുവനും തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന നിലപാട് ഭാരതം അറിയിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ കൂടിക്കാഴ്ചയെല്ലാം തന്നെ ഉണ്ടാകുന്നത് എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന, അല്ലെങ്കിൽ ഗൗരവമേറിയൊരു വിഷയമാണ്. മറ്റു നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായി പരിശോധിക്കുകയാണെങ്കിൽ നിരവധി സൈനികേതര ധാരണകൾക്കുള്ള സാധ്യതകൾ കൂടി തുറന്നു കിട്ടുന്ന ഒരു ചർച്ചകളായിരിക്കും നാളെ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പല വിഷയങ്ങളിലുമുള്ള ഭാരതത്തിൻ്റെ ഇടപെടൽ സംബന്ധിച്ച് കൃത്യമായ ചില നിലപാടുകൾ ട്രംപും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ചേർന്നുള്ള ആ കൂടിക്കാഴ്ചകളിൽ യാഥാർത്ഥ്യമാകും. നമുക്കറിയാവുന്നതാണ്, നേരത്തെ മോട്ടോർ സൈക്കിളുകളുടെ നികുതി ഏർപ്പെടുത്തുന്ന വിഷയം, അത്തരത്തിലുള്ള ചില ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നിർണായക വിഷയം ഭാരതം ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഇറാനിലെ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ചില ചർച്ചകൾ നടക്കുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇറാനുമായി കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ തുറമുഖ
തുറമുഖത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധിച്ച് ഭാരതം എടുക്കുന്ന നിലപാടുകളും ഏറെ നിർണായകമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഇക്കാര്യത്തിലും ചില ചർച്ചകളെല്ലാം തന്നെ നടക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങളുടെയും ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെയും വിപണി രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഭാരതത്തിൻ്റെ മികച്ച ഫാർമസ്യൂട്ടിക്കൽ ടെക്സ്റ്റൈൽ വിപണിയാണ് അമേരിക്ക എന്നതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ചർച്ചകൾ, അതായത് ആ വിപണി വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. മാത്രമല്ല ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്താനും അനുകൂലമായ നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഭാരതം ഇന്ന് അല്പസമയം മുമ്പ് തന്നെ നമ്മൾ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വിഷയമായിരുന്നു ഫ്രാൻസുമായുള്ള ഭീകരവിരുദ്ധ നിലപാടുകളിലെ സഹകരണം. അതുപോലെ തന്നെ ഭീകരവിരുദ്ധ സഖ്യം ശക്തമാക്കുക എന്ന നിലപാടും ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു ഇനമായി കടന്നു വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഭാരതവുമായുള്ള അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ കൂടിക്കാഴ്ച മുഖ്യമായും ഊന്നുക ഭീകരവിരുദ്ധ നിലപാടുകളിൽ തന്നെയായിരിക്കും. ആഗോളതലത്തിൽ ഭീകരവിരുദ്ധ സഖ്യം ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചർച്ചകളും ഭാരതവുമായി നടക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഐസൻ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഇസ്ലാമിക ഭീകരതയും ചൈനയുടെ വെല്ലുവിളിയും ഒരുപോലെ എതിർക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ലോക നേതാക്കളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെ നിരവധി കാരണങ്ങളാൽ ഈ സന്ദർശനവും മോദിയുടെ സന്ദർശനവും ഇവരുടെ കൂടിക്കാഴ്ചയും വാർത്തകളിൽ ഇടം പിടിക്കും. ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമായിരിക്കും. ഈ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയായി മാർക്കോ റുബിയോ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ക്വാഡ് രാജ്യങ്ങളിലെ വിദേശകാര്യ സെക്രട്ടറിമാരെയാണ് അദ്ദേഹം ആദ്യം കണ്ടത് എന്ന കാര്യവും വിസ്മരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ മറ്റ് മേഖലകളിലേക്ക് കൂടി ഉഭയകക്ഷി ചർച്ചകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എത്താൻ സാധ്യതയുണ്ടോ? തീർച്ചയായും വിവിധങ്ങളായ മേഖലകളിലേക്ക് ഉഭയകക്ഷി ചർച്ചകൾ എത്തുക, നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ക്വാഡ് രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക, അല്ലെങ്കിൽ സുരക്ഷാ ചർച്ചകൾ നടക്കുക, അല്ലെങ്കിൽ ക്വാഡ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷ്യം എന്താണോ അതിൻ്റെ അടിസ്ഥാനപരമായ ചർച്ചകൾ നടത്തുക എന്നത് വളരെ കൃത്യമായൊരു നിലപാട് തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ചൈനയുമായി ഭാരതവും അതുപോലെ തന്നെ അമേരിക്കയുമായി പ്രധാനമായും ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു വാണിജ്യ യുദ്ധം എന്ന് നമുക്ക് പറയാവുന്ന ട്രേഡ് വാറാണ് നിലനിൽക്കുന്നത്. ഈ വിഷയത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകുക എന്നതൊരു പ്രധാന കാര്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് ചൈനയ്ക്ക് 10% അധിക താരിഫ് ചുമത്തുന്നതിനുള്ളൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് പിൻവലിക്കുകയോ മറ്റ് നടപടികൾ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ കൂടി ചൈന ഇക്കാര്യത്തിനെതിരെ, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ പരാതിയുമായി പോയിരിക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിലൊരു വാണിജ്യ തലത്തിലൊരു പ്രശ്നം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഭാരതവുമായി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല. ഭാരതത്തിന് ഇത്തരത്തിലുള്ള ചില വാണിജ്യ താല്പര്യങ്ങൾ ചൈന നടപ്പാക്കുന്നതിനെതിരെ കർശനമായ എതിർപ്പുമുണ്ട്. അതേസമയം സൈനിക രംഗത്ത് ഭാരതവുമായി കൃത്യമായൊരു കുറേയൊക്കെ ധാരണയിലേക്ക് എത്താൻ ഈ അടുത്ത കാലങ്ങളിൽ ചൈനയുമായി സാധിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിർത്തിയിലെ സേനാ വിന്യാസം പിൻവലിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം, ഒരു സംഘർഷ സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള നീക്കം നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. സ്വാഭാവികമായും ചൈനയുടെ വെല്ലുവിളി നേരിടുന്നത് ഒരു ട്രേഡ് വാറിൻ്റെ വെല്ലുവിളി നേരിടുക എന്നത് മാത്രമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയുടെ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതീവ ഗുരുതരമായൊരു വിഷയമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഭാരതം അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ, അതിസങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടുന്നൊരു രാജ്യമാണ്. അതുപോലെ തന്നെ അമേരിക്കയും അത്തരം പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഇസ്രായേലുമായുള്ള ശക്തമായ ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യം എന്ന നിലയിൽ പശ്ചിമേഷ്യയിലെ അതിസങ്കീർണമായൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ചില നിലപാടുകൾക്കെതിരെ ശക്തമായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ജിഹാദി ഭീകരതയെ കൃത്യമായി ചെറുക്കുന്നതിനുള്ള നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടാകുന്നു. സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കർശനമായി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പല നിലപാടുകളും ട്രംപ് എടുക്കുകയും ചെയ്യുന്നു ഈ അടുത്ത കാലങ്ങളിലായി എന്ന് നമുക്കറിയാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഹമാസിനെതിരെ എടുത്ത അതിശക്തമായ നിലപാടാണ്. നിലവിലെ സാഹചര്യത്തിൽ ഹമാസുമായുള്ള സംഘർഷത്തിൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ശനിയാഴ്ചയോടെ ബന്ദികളുടെ മുഴുവൻ മോചനവും സാധ്യമായില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ജിഹാദി ഭീകരതകൾക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് ഭാരതത്തിൻ്റെ പിന്തുണയുണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വ്യക്തമാണ്. ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഭീകരതയ്ക്കെതിരെ ഉറച്ച നിലപാടുമായി ഭാരതം ഫ്രാൻസ് സംയുക്ത പ്രസ്താവന. ഭീകര പ്രവർത്തനത്തിനുള്ള ഫണ്ടിംഗ് തടയുന്നതിനും ഭീകരർക്ക് താവളം ഒരുക്കുന്നത് ഇല്ലാതാക്കുന്നതിനും ഇരു രാജ്യങ്ങളും സഹകരിക്കും. ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസി NSGയും ഫ്രഞ്ച് ഏജൻസി DIGN സഹകരിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശന വേളയിലാണ് നിർണായക തീരുമാനങ്ങളുണ്ടായത്. ഭീകരതയ്ക്കെതിരെ ശക്തമായി സഹകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇരു രാജ്യങ്ങളും ഏറ്റെടുക്കും. ഭീകരപ്രവർത്തനത്തിന് പണം ലഭ്യമാക്കുന്നത് തടയിടാൻ ഇരു രാജ്യങ്ങളും ശക്തമായി പ്രവർത്തിക്കും. ഭീകരതയ്ക്ക് ഫണ്ട് ലഭ്യമാക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഭീകരർക്ക് താവളമൊരുക്കുന്ന രാജ്യങ്ങളെ സംയുക്തമായി എതിർക്കും. അതിർത്തി കടന്നുള്ള തീവ്രവാദവും അനുബന്ധ മയക്കുമരുന്ന് കടത്തും ഇരു രാജ്യങ്ങളും ശക്തമായി പ്രതിരോധിക്കും. ഭീകരതയ്ക്കെതിരായ ഇന്റലിജൻസ് വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറുന്നതിനും NSGയും ഫ്രഞ്ച് ഭീകരവിരുദ്ധ ഏജൻസിയായ GIGNും ചേർന്ന് പ്രവർത്തിക്കാനും പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് സന്ദർശന വേളയിൽ തീരുമാനമായി. ഭാരതത്തിന്റെ ഭീകരവിരുദ്ധ സഖ്യത്തിന് ശക്തമായ പിന്തുണയും സാങ്കേതിക സഹായവും ഉറപ്പാക്കുന്ന ധാരണകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്നുണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഫ്രാൻസിലെ മെർസെയ് യുദ്ധ സ്മാരകത്തിൽ വീർ സവർക്കറെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1910 ഫ്രഞ്ച് സർക്കാർ അറസ്റ്റ് ചെയ്ത സവർക്കറെ ബ്രിട്ടന് വിട്ടുകൊടുക്കരുതെന്നാവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം അന്ന് മാർസെയ് നഗരത്തിൽ നടന്നു. അന്ന് പ്രക്ഷോഭം നയിച്ച നേതാക്കൾക്കും മാർസെയ് ജനതയ്ക്കും നന്ദി അറിയിക്കാൻ അവസരം ഉപയോഗിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതിസാഹസികമായാണ് ബ്രിട്ടീഷ് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് വീർ സവർക്കർ മാർസെയ് തീരത്ത് എത്തിയത്. 1910 ജൂലൈ 8 ബ്രിട്ടീഷ് കപ്പലായ മൗറിയോയിൽ നിന്ന് വീര സവർക്കർ അതിസാഹസികമായി രക്ഷപ്പെട്ടു. തുടർന്ന് അദ്ദേഹം മാർസെയ് തീരത്തേക്ക് നീന്തിയെത്തി. ഫ്രഞ്ച് സർക്കാരിന്റെ പിടിയിലായ അദ്ദേഹത്തെ പിന്നീട് ബ്രിട്ടന് കൈമാറുകയായിരുന്നു. സവർക്കറെ ബ്രിട്ടന് വിട്ടുകൊടുക്കരുതെന്നാവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം അന്ന് മാർസെയ് നഗരത്തിൽ നടന്നിരുന്നു. എങ്കിലും ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഭാരതത്തിന്റെ ധീരദേശാഭിമാനിയെ ബ്രിട്ടന് വിട്ടു നൽകരുതെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച മാർസെയ് നഗരത്തിലെ ജനതയ്ക്കും നേതാക്കൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ചരിത്ര സംഭവം ഓർത്തെടുത്ത നിമിഷം എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ധീരമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നഗരമാണ് മാർസെയ് എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വീര സവർക്കറുടെ ഓർമ്മ തലമുറകൾക്ക് പ്രചോദനമാകുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഫ്രാൻസ് മെർസെയിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പുതിയ കോൺസുലേറ്റ് ആരംഭിച്ചത് ആഹ്ലാദത്തോടെയാണ് ഇന്ത്യൻ വംശജർ ഇവിടെ സ്വാഗതം ചെയ്തതും. പാസ്പോർട്ട് പുതുക്കുന്നതിനുൾപ്പെടെ മെർസെയിൽ നിന്ന് പാരീസിലേക്ക് പോകേണ്ടിയിരുന്ന ഭാരതീയർക്ക് അനുഗ്രഹമായി പുതിയ കോൺസുലേറ്റ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നാണ് കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്തത്. കാലങ്ങളായുള്ള മെർസെയ് ഇന്ത്യൻ സമൂഹത്തിന്റെ ആവശ്യമായിരുന്നു കോൺസുലേറ്റ്. ആഹ്ലാദ ആരവങ്ങളോടെയാണ് പുതിയ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത നിമിഷത്തെ ഭാരത സമൂഹം സ്വാഗതം ചെയ്തത്. തുടർന്ന് ഭാരത സമൂഹമായും പ്രധാനമന്ത്രി സൗഹൃദം പങ്കുവച്ചു. കാലങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമായതിന്റെ സന്തോഷത്തിലാണ് ഫ്രാൻസിൽ കഴിയുന്ന ഓരോ ഭാരതീയരും. പാസ്പോർട്ട് പുതുക്കുന്നതിന് പോലും പാരീസിൽ പോകേണ്ട അവസ്ഥ ഒഴിവായതിൽ തൃപ്തരാണ് ഭാരത സമൂഹം. വിദേശത്ത് കഴിയുന്ന ഭാരത പൗരന്മാരെ ചേർത്ത് പിടിക്കുന്ന നരേന്ദ്രമോദിക്ക് ആവേശം നിറഞ്ഞ വരവേൽപ്പാണ് ലഭിച്ചതും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ കുറ്റക്കാരനെന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി. സ്വാതി വിഹാറിൽ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി നടപടി. ഈ മാസം 18 കോടതി ശിക്ഷ വിധിക്കും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് ഡൽഹിയിൽ കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കലാപത്തിൽ 4000-ഓളം സിഖുകാരാണ് കൊല്ലപ്പെട്ടത്. കലാപത്തിന് നേതൃത്വം കൊടുത്തത് നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ. സ്വാതി വിഹാറിൽ 1984 നവംബർ 1 സിഖ് കുടുംബത്തിലെ അച്ഛനെയും മകനെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് റോസ് അവന്യൂ കോടതി ഇന്ന് സജ്ജൻ കുമാർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഈ മാസം 18 കേസിൽ ശിക്ഷ വിധിക്കും. സ്പെഷ്യൽ ജഡ്ജി കാവേരി ബവേദയാണ് കേസിൽ വിധി പറഞ്ഞത്. സിഖ് വിരുദ്ധ കലാപത്തിലെ തന്നെ മറ്റൊരു കേസിൽ നിലവിൽ ജീവപര്യന്തം തടവ് തീഹാർ ജയിലിൽ അനുഭവിക്കുകയാണ് മുൻ MP കൂടിയായ സജ്ജൻ കുമാർ. ഡൽഹി കാൻഡിൽ നടത്തിയ കൂട്ടക്കുരുതിയിലാണ് ഇപ്പോഴത്തെ ജയിൽ ശിക്ഷ. 79-ാം വയസ്സിലാണ് മറ്റൊരു കേസിൽ കൂടി സജ്ജൻ കുമാർ ശിക്ഷിക്കപ്പെടുന്നത്. ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി കോടതി വിധിയെ സ്വാഗതം ചെയ്തു. സിഖ് കലാപം പുനരന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഗുരുദ്വാര കമ്മിറ്റികൾ നന്ദി രേഖപ്പെടുത്തി. ജനം.
ഡൽഹി. ഗൗതം അനന്തനാരായൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ഗൗതം, ഈ കലാപത്തിന്റെ സിഖ് വിരുദ്ധ കലാപത്തിന്റെ ഭാഗമാവുക മാത്രമല്ല അതിന് നേതൃത്വം നൽകിയ ആൾ കൂടിയാണ് സജ്ജൻ കുമാർ എന്ന കോടതിയിൽ തെളിഞ്ഞിരിക്കുകയാണ് അല്ലേ? അനു, നേരത്തെ തന്നെ സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാകുകയും ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് സജ്ജൻ കുമാർ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1984 ഒക്ടോബർ 31 രാത്രിയും പിന്നീട് നവംബർ മാസം 1, 2, 3 തീയതികളിലൊക്കെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ സിഖുകാർക്കെതിരെ വലിയ കലാപമാണ് നടന്നത്. ഏതാണ്ട് 4000-ലധികം സിഖ് മതവിശ്വാസികൾ ഈ കോൺഗ്രസ് നടത്തിയ ആക്രമണത്തിൽ ഡൽഹിയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. ഏതായാലും ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണവും പുനരന്വേഷണം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. നിലവിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് സരസ്വതി നഗറിൽ ഒരു സിഖ് കുടുംബത്തിൽ അച്ഛനെയും മകനെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ്. ഇന്നിപ്പോൾ ഡൽഹി റോസ് അവന്യൂ കോടതി സജ്ജൻ കുമാർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 18-നാണ് ശിക്ഷ വിധിക്കുക. നേരത്തെ കാൻഡ് മേഖലയിൽ സിഖുകാരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനാണ്. ഇയാൾ തീഹാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ 79-കാരനായ കോൺഗ്രസിന്റെ മുൻ MP മറ്റൊരു സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുന്നത്. എന്തായാലും സിഖ് വിരുദ്ധ കലാപം കോൺഗ്രസിന് എല്ലാ കാലഘട്ടങ്ങളിലും വലിയ തലവേദനയായി തന്നെ തുടരും എന്ന സന്ദേശം നൽകുന്ന കോടതി വിധിയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നത്. അനു, ശരി. അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായിരുന്ന ആചാര്യ സത്യേന്ദ്രദാസ് വിടവാങ്ങി. ആത്മീയതയ്ക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 33 വർഷം രാംലല്ലയെ സേവിച്ച ശേഷമാണ് സത്യേന്ദ്രദാസിന്റെ ദേഹവിയോഗം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ഉയർന്ന അതിക്രമത്തിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയതും ആചാര്യൻ സത്യേന്ദ്രദാസ് ആയിരുന്നു. ഉത്തർപ്രദേശിലെ സന്ത് കബീർ നഗറിൽ 1940-ലാണ് ആചാര്യ സത്യേന്ദ്രദാസിന്റെ ജനനം. ചെറുപ്രായത്തിൽ അച്ഛനൊപ്പം തുടർച്ചയായി അയോധ്യ നഗരത്തിൽ വന്നുപോയത് സത്യേന്ദ്രദാസിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. അയോധ്യയുടെ ആത്മീയ അന്തരീക്ഷം സത്യേന്ദ്രദാസിനെ സ്വാധീനിച്ചു. മന്ത്രോച്ചാരണങ്ങൾ കേട്ടുവളർന്ന ബാലൻ അങ്ങനെ ആത്മീയതയുടെ പാത തെരഞ്ഞെടുക്കുകയായിരുന്നു. വേദത്തിലും സംസ്കൃതത്തിലും പാണ്ഡിത്യം നേടി. സംസ്കൃതത്തിൽ ബിരുദമെടുത്ത അദ്ദേഹം അയോധ്യയിലെ സംസ്കൃത വിദ്യാലയത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 20-ാം വയസ്സിൽ നിർവാണി അഖാഡയുടെ ഭാഗമായി 1992 മാർച്ച് 1-നാണ് അയോധ്യയിലെ മുഖ്യ പൂജാരിയായി നിയമിക്കപ്പെട്ടത്. കാർ സേവകർ തർക്കമന്ദിരം നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ രാമവിഗ്രഹം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് സത്യേന്ദ്രദാസ് ആണ്. ടാർപോളിൻ കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ക്ഷേത്രത്തിൽ രാംലല്ലയെ അദ്ദേഹം സേവിച്ചു. 2020 ഓഗസ്റ്റ് 5-ന് ഭൂമി പൂജ നടക്കുമ്പോഴും കഴിഞ്ഞ വർഷം പ്രാണപ്രതിഷ്ഠാ സമയത്തും സത്യേന്ദ്രദാസ് തന്നെയായിരുന്നു അയോധ്യയിലെ മുഖ്യ പൂജാരി. രാമജന്മഭൂമി മുന്നേറ്റത്തിന്റെ ഓരോ ഘട്ടത്തിലും ആചാര്യ സത്യേന്ദ്രദാസ് മുന്നിലുണ്ടായി. ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയ ആചാര്യൻ സത്യേന്ദ്രദാസ് ആയിരുന്നു. ഭാരതത്തിന്റെ ആത്മീയതയുടെ രംഗത്ത് തീരാ നഷ്ടമാണ് ആചാര്യ സത്യേന്ദ്രദാസിന്റെ ദേഹവിയോഗം. ജനം, ഡൽഹി. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. മാഘപൂർണിമ ദിനമായ ഇന്ന് പ്രയാഗ്രാജിലെ മഹാകുംഭനഗരിയിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു. തീർത്ഥാടകരുടെ ബാഹുല്യം കണക്കിലെടുത്ത് പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയത്. അതേസമയം കുംഭനഗരിയിലേക്കുള്ള വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണവും ഏർപ്പെടുത്തി. അണമുറിയാതെയുള്ള ഭക്തജന പ്രവാഹമാണ്. ലക്ഷോപലക്ഷം ഭക്തർ ത്രിവേണി തീർത്ഥത്തിൽ സ്നാനം നടത്തി. मैं दिल्ली से आया हूँ और जिसको महापूर्णिमा स्नान था, जो व्यवस्था थी वो काफ़ी अच्छी थी और हमारा स्नान 4 बजे, हमने 4 बजे स्नान किया था और सब कुछ आज काफ़ी अच्छे से हुआ. തിരക്കൊഴിവാക്കാനായി മികച്ച ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചത്. हम जैसे सुबह 3 बजे पहुंच गए थे, स्नान किए थे, भीड़ थी, लेकिन हम लोग आराम से स्नान कर लिए हैं और फिर उसके बाद स्नान करके निकल लिए हैं. अभी रास्ते में हैं, अब जा रहे हैं वापस. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ട് കുംഭനഗരിയിലെ ക്രമീകരണങ്ങൾ തത്സമയം വിലയിരുത്തി. ഇതുവരെ 47 കോടിയോളം തീർത്ഥാടകർ പ്രയാഗ്രാജ് സന്ദർശിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും കുടുംബവും പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലെത്തി പുണ്യസ്നാനം നടത്തി.
26 ശിവരാത്രിയോടെ മഹാകുംഭമേള സമാപിക്കും. ജനം, പ്രയാഗ്രാജ്. വാർത്തകളിലേക്ക്. ഗാസ ഏറ്റെടുക്കുമെന്ന നിലപാട് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ട്രംപ് നിലപാട് ആവർത്തിച്ചു. ഗാസയിലെ ഒരു വിഭാഗം ജനങ്ങളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. നിസ്സഹായരായ ഗാസയിലെ ജനതയെ മനുഷ്യകവചമാക്കാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെയാണ് ഗാസയിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങളിൽ കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യം അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നത്. ഒരു വിഭാഗം ജനങ്ങളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റണമെന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ നിർദ്ദേശത്തെ അറബ് രാജ്യങ്ങളും ജോർദാനും ഈജിപ്തും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതിനിടയിലാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള വൈറ്റ് ഹൌസ് സന്ദർശിച്ചത്. ജോർദാൻ രാജാവുമായുള്ള കൂടിക്കാഴ്ചയിലും ട്രംപ് നിലപാട് ആവർത്തിച്ചു. അതേസമയം ഗാസയിലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള 2000 കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ജോർദാൻ രാജാവ് അറിയിച്ചു. ഗാസയിലെ ജനതയെ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ഈജിപ്തിന്റെ നിലപാട് കൂടി അറിഞ്ഞതിനു ശേഷം അന്തിമ തീരുമാനമെന്നും ജോർദാൻ രാജാവ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചതായാണ് സൂചന. ക്രിയാത്മക ചർച്ചകളാണ് നടന്നതെന്ന് ജോർദാൻ രാജാവ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഗാസയിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യത്തോട് കൂടുതൽ അനുകൂലമായാണ് കൂടിക്കാഴ്ചയിൽ രാജാവ് പ്രതികരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇനി നോക്കാം കായിക വാർത്തകൾ കൂടി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സെമി ഫൈനലിൽ. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കശ്മീരിനോട് സമനില നേടിയാണ് കേരളം സെമി പ്രവേശനം നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ നേടിയ 1 റണ്ണിന്റെ ലീഡാണ് കേരളത്തിന് തുണയായതും. ജമ്മു കശ്മീർ ഉയർത്തിയ 399 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന കേരളം 6 വിക്കറ്റിന് 295 റൺസ് എന്ന നിലയിൽ 5ാം ദിവസത്തെ കളി അവസാനിപ്പിച്ചു. മുഹമ്മദ് അസറുദ്ദീന്റെയും സൽമാൻ നിസാറിന്റെയും 115 റൺസിന്റെ 7ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് കേരളത്തിന് തുണയായത്. അഹമ്മദാബാദ് ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 357 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 356 റൺസിന് പുറത്തായി. ശുഭ്മാൻ ഗിൽ തൻ്റെ കരിയറിലെ 7ാം സെഞ്ചുറി നേടി. ശ്രേയസ് അയ്യർ, വിരാട് കോഹ്ലി എന്നിവർ അർദ്ധ സെഞ്ചുറിയും നേടി. ഇംഗ്ലണ്ടിനായി ആദിൽ റഷീദ് 4 വിക്കറ്റ് നേടുകയുണ്ടായി. ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ വിക്കറ്റുകളാണ് ആദിൽ റഷീദ് നേടിയത്. മാർക്വുഡ് 2 വിക്കറ്റും വീഴ്ത്തി. കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ നായകൻ രോഹിത് ശർമ്മ ഇന്ന് 1 റണ്ണെടുത്ത് തുടക്കത്തിലെ പുറത്തായിരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇംഗ്ലണ്ട് 22.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് എന്ന നിലയിലാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.